ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ സ്കാപ്പിയ കാർഡ് തിരിച്ചു വന്നിട്ടുണ്ട്. സ്കാപ്പിയൻ്റെ UPI റൂപേ കാർഡും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓൾറെഡി സ്കാപ്പിയുടെ വിസ കാർഡുള്ളവർക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു അഡീഷണൽ കാർഡായിട്ട് റൂപേ കാർഡ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതല്ലാത്ത പക്ഷം നമുക്ക് ഇത് റൂപേ കാർഡായിട്ട് സെപ്പറേറ്റ് വേറെ എടുക്കാനും പറ്റൂട്ടോ. അപ്പോൾ ആക്ച്വലി സ്കാപ്പിയ കാർഡിൻ്റെ പുതിയ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇത് ആക്ച്വലി അത്യാവശ്യം സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും 2024 പകുതി തൊട്ട് തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്രൂവൽ റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ റെഫർ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കി നോക്കുക. മാക്സിമം കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയും സ്കാപ്പിയ കാർഡ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. നമുക്ക് അതുപോലെ തന്നെ 0.4x മാർക്കപ്പ് ചാർജും വരുന്നുണ്ട് ഈ കാർഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നോർമലി നിങ്ങൾക്ക് അറിയാം ഇത് ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ലിമിറ്റ് ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ അതിന് ശേഷം അവർ കുറച്ചു അത് വേറെ കാര്യം, പക്ഷെ എന്നാലും കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ലിമിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നോർമൽ കാർഡുണ്ടാകും. പിന്നെ ഇതിൻ്റെ 10% നമുക്ക് റിവാർഡ് ഓൺ കാർഡ് സ്പെൻഡ് കിട്ടുന്നുണ്ട്. കുറച്ച് അവരുടെ പാർട്ട്നർഡ് ആയിട്ടുള്ള എന്താ പറയുക മെർച്ചൻസുകളുണ്ട്. അതായത് ഓല, ഡിസ്നി ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, ഐനോക്സ്, PVR, ഈസി ഡൈനർ, സെപ്റ്റോ, ബിഗ് ബാസ്ക്കറ്റ്, HP, ഭാരത് പെട്രോളിയം, പിന്നെ സ്വിഗ്ഗി, ഇന്ത്യൻ ഓയിൽ, ബോട്ട്, AG, നൈക്ക കുറേ കിട്ടാം. ഇതിലൊക്കെ നമുക്ക് 10% വരെ സ്കാപ്പിയ കോയിൻസ് കിട്ടും. ഇതിൽ ഇൻഎലിജിബിൾ ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ട്രാൻസാക്ഷൻ വാല്യൂ ലെസ് ദാൻ 20 ആണെങ്കിൽ കിട്ടില്ല. സ്കാപ്പിയ ഫെഡറൽ കാർഡ് ബിൽ പേയ്മെന്റിന് കിട്ടില്ല. ലേറ്റ് ഫീ ആയ എന്ന സംബോധനൊന്നും കിട്ടില്ല. ATM ക്യാഷ് വിഡ്രോവലിനും കിട്ടില്ല. വാലറ്റ് ലോഡ് ചെയ്യുമ്പോൾ കിട്ടില്ല. EMIസിന് കിട്ടില്ല. ഫ്യൂവൽ ട്രാൻസാക്ഷനും സർചാർജും കിട്ടില്ല. റൺ പേയ്മെന്റിന് കിട്ടില്ല. ഫോറസ്റ്റ് ട്രാൻസാക്ഷന് കിട്ടില്ല. എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ ഫീസിന് കിട്ടില്ല. ഒന്നിനും പോയിന്റ് കിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് ആൻഡ് ബിസിനസ് പേയ്മെന്റ്സിന് ഇല്ല. ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ ഇല്ല. ഗിഫ്റ്റ് കാർഡിനും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇനി 20% ട്രാവൽ ബുക്കിംഗ് ഓൺ സ്കാപ്പിയ ആപ്പും ഉണ്ട്. അതായത് ഇപ്പോൾ ഏതൊക്കെയാ? ട്രീബോ ഉണ്ട്, ഫാബ് ഹോട്ടൽസ്, ഐബിസ്, സ്പൈസ് ജെറ്റ്, വിസ്താര, സിംഗപ്പൂർ എയർലൈൻസ്, തായ് എയർലൈൻസ്, മാരിയറ്റ്, ഹിൽട്ടൺ, താജ്, ടൈഡൻ ഹോട്ടൽസ്, പിന്നെ CGH എർത്ത്, ഹയാത്ത്, ഒബ്രോയ്, ITC ഹോട്ടൽസ് എല്ലാം മിക്ക സംഭവങ്ങളുണ്ട് കേട്ടോ. സ്റ്റെർലിംഗ്, ജിഞ്ചർ എല്ലാം മിക്കാത്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതുകൂടെ ഈ ആപ്പിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്കതിന് 20% സ്കാപ്പിയ കോയിൻസും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു 5 സ്കാപ്പിയ കോയിൻ എന്ന് പറയുന്നത് ₹1 കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസുമാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നമ്മളത് എൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കി എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ, മറക്കണ്ട. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമുക്കിത് ഒരു ആപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ പറഞ്ഞല്ലോ. അത് ഓൾറെഡി അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫർ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇതിൽ ആക്ച്വലി ₹10,000 നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എയർപോർട്ട് ലോയേഴ്സ് സംഭവം ഫ്രീയും കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ നമുക്കിതിൽ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് റിഡീം ചെയ്യാം. അതിന് ക്യാപ്പിങ്ങോ സംഭവമൊന്നും ഇല്ല. ബെസ്റ്റ് പ്രൈസ് അത് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് ആളുള്ള ഒരു ബെസ്റ്റ് പ്രൈസ് ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സി ഫ്ലൈ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഈസി റീഫണ്ടും ഈസി ക്യാൻസലേഷൻ ഫീച്ചറൊക്കെ നമുക്ക് കാർഡ് കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. 24/7 കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ആണ്, നിങ്ങൾക്ക് അറിയാറിയിരിക്കുമല്ലോ ഇവരുടെ ബാങ്ക്. ഫെഡറൽ ബാങ്കാണ്. സപ്പോർട്ടൊക്കെ സ്കാപ്പിയ തന്നെയാണ്. പിന്നെ നമുക്ക് VIP ലൈഫായിട്ട് ₹10,000 മന്ത്ലി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ചസ് പ്ലസ് ഫ്രീ ഷോപ്പിംഗ് ആൻഡ് സ്പാസസും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 0.4x മാർക്കപ്പ് ചാർജ്, അത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു അബ്രോഡ് ചെയ്യുമ്പോൾ. പിന്നെ ട്രാവൽ നൗ പേ ലേറ്റർ വിത്ത് നോ കോസ്റ്റ് EMI ഓപ്ഷൻസും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ റൂപേ കാർഡിലുള്ള 5% റിവാർഡ് ഓൺ ഓൾ UPI സ്പെൻസ് എബോ 500 കേട്ടോ. അതും വരുന്നുണ്ട്. റൂപേ കാർഡിൻ്റെ കളർ വ്യത്യാസം കേട്ടോ. നിങ്ങൾക്ക് പണ്ടത്തെ കാർഡ് അറിയിരിക്കും, ഒരു ഓറഞ്ച് കളർ കാർഡായിരുന്നു. ഇപ്പോഴത്തെ റൂപേ വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു പച്ച കളർ സംഭവമൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാണോ ഈ സാധനമാണ് ഈ പച്ച കണ്ടു, അതാണ് റൂപേ വേരിയൻ്റ് വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്കാപ്പിയുടെ നോർമൽ വിസ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡീഷണൽ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാപ്പിയ കാർഡിൻ്റെ സംഭവം. എന്തായാലും പുതിയതായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ കാലം മുമ്പ് ഇത് ബാൻ ആയതായിരുന്നല്ലോ, പുതിയത് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ തിരിച്ചു വന്നിരുന്ന സംഭവം ലൈഫ് ടൈം ഫ്രീ കാർഡുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. പക്ഷേ പണ്ടത്തെ അത്ര അപ്രൂവൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.